ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ വ്യത്യസ്തമായ ഒരു വർക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വർക്ക് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ബെഡ്റൂമിലേക്കുള്ള ഒരു ഫ്ലോർ ലാമ്പിൻ്റെ ഒരു സ്റ്റാൻഡാണ്. ഒരു കരിങ്കല്ലിൻ്റെ ഒരു ഇതിലുള്ള ഒരു ഫ്ലോർ ലാമ്പ് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യണത്തിന് ലാമ്പ് അതിൻ്റെ മുകളിൽ ഫൈനൽ ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ സിമെൻറ്റ് വർക്കും ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് ഞാൻ തന്നെയാണ് ആദ്യം മുതലേ ചെയ്തത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷെയ്ഡ് ചെയ്തിട്ട് ആ കരിങ്കലിൻ്റെ ഈ ഒരു രീതിയിലേക്കാണ് അവർ എത്തിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ കാണുന്നവർക്ക് പല ഷെയ്ഡ് വ്യത്യാസം വരുത്താനൊക്കെ തോന്നാം. അപ്പോൾ ബ്ലൂ ഷെയ്ഡ്, ഇതൊരു ബ്ലാക്കും ഒരു ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്. ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ ഒരു ചെറിയ ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ ഞാൻ സ്ട്രക്ചർ ഉണ്ടാക്കി സിമെൻറ്റിൽ ഒരു 2-3 ദിവസം ഞാൻ വൈകുന്നേരം മാത്രമാണ് ഇതിന് വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളത്. പകലൊന്നും ചെയ്തില്ല. വേറെ വർക്ക് വെളിയിൽ ചെയ്തതിന് ശേഷം റൂമിൽ വന്ന് അങ്ങനെ വൈകുന്നേരം കുറച്ചായിട്ട് ഒരു 4 ദിവസം കൊണ്ടാണ് ഈ വർക്ക് ഞാൻ ആ ഒരു സ്പ്രേ അടിക്കേണ്ട കണ്ടീഷനിലാക്കിയത്. ഇനിയിപ്പോൾ അതിൻ്റെ ലാമ്പ് സെറ്റ് ചെയ്യണത്രേ. അപ്പോൾ ലാമ്പൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനൽ അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു വർക്കായതുകൊണ്ട് തന്നെ കൂടുതൽ ടൂൾസൊന്നും ഇല്ല. ഇതിനെപ്പറ്റി ഒരു ധാരണയില്ല. വേറെ ആരെ കൂടെ ഞാൻ വർക്കിന് പോയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള വർക്ക് ഞാൻ കണ്ടിട്ടുമില്ല, ആരും ചെയ്യുന്നത് കണ്ടിട്ടുമില്ല. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ സുഹൃത്ത് ചോദിച്ചു, എനിക്ക് വേറെ ആരോടോ ചോദിച്ചു നീ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് എന്നോട് ചോദിച്ചു. ഞാൻ ഇവരെ ബാക്കിയുള്ള വർക്കൊക്കെ ഞാൻ എടുക്കാറുണ്ട്, പെയിൻറ്റിങ് വർക്കും സ്പ്രേ പെയിൻറ്റിങ് വർക്ക് അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചു ചെയ്യാൻ പറ്റുമല്ലോ ലതീഷ് ഭായി. ഞാൻ പറഞ്ഞാൽ നോക്കാം. അങ്ങനെ ഏറ്റെടുത്തൊരു വർക്കാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞപ്പോൾ നമ്മളെ ബോസിന് അത് ഇഷ്ടപ്പെട്ടു. ബോസ് പറഞ്ഞു സെറ്റായിട്ടുണ്ട്, ഉദ്ദേശിച്ച പോലെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ഇനിയിപ്പോൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് ബെഡ്റൂമിൽ അത് ഫിറ്റ് ചെയ്തിട്ടാകുമ്പോഴുള്ള ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇതിൽ നമ്പർ ആഡ് ചെയ്യും. ഇതുപോലുള്ള എന്തെങ്കിലും വർക്ക് വേണമെങ്കിൽ വെറൈറ്റി വർക്ക്, ഏത് വർക്ക് നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്ക് ആയിരിക്കെങ്കിൽ ഇതുപോലുള്ള വർക്ക് ഇതല്ലേ ഇതിൽ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് ഈ വർക്ക് എത്തിക്കുക. ഞാൻ മാക്സിമം നാച്ചുറൽ നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എത്രത്തോളം ഔട്ട്പുട്ട് അത് കാണുന്ന നിങ്ങൾ കമൻറ്റിലേക്കൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ മുന്നിലെത്തുന്നതായിരിക്കും. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബെഡ്റൂമിൻ്റെ വർക്കിൻ്റെ ഫോട്ടോസ് ഇതുകൂടാതെ ഇതിൽ ഞാൻ കുറേ PO വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടീ പോയിൻ്റ് വർക്ക് അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു, ബൈ.